This video is powered by MyG Future. Experience the next. പിഷാരടി, യെസ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു കേൾക്കാം. തകർക്കാം നമ്മള്. MLA. ആ പാർട്ടിയുടെ തീരുമാനത്തിനാണോ ജനങ്ങളുടെ തീരുമാനത്തിനാണോ പ്രാധാന്യം ഇനി കൽപ്പിക്കുക? ഉമ്മൻചാണ്ടി സാറൊക്കെ 50 വർഷം ഒരു മണ്ഡലം ഭരിച്ചാൽ പോലും ആ മണ്ഡലം ഒരു പാർട്ടി ഗ്രാമം എന്നൊന്നും ഒരിക്കലും അറിയപ്പെടില്ല. ഇതൊരു മിമിക്രിക്കാരൻ വന്നിട്ട് അയാൾ തമാശ പറയുന്നു, കോമഡിക്കാരൻ, ഇയാൾ വന്ന് എന്തൊക്കെ ചെയ്യുന്നു. ഇതല്ലായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയെങ്കിൽ വേറെ ആരാന്ന് ചോദിച്ചാൽ വീട്ടിട്ട് നോക്കും. പെട്ടെന്ന് ഉടനെ ഒരാളുടെ ഉത്തരം റെഡിമെയ്ഡ് ഇല്ല. ഇതൊന്ന് ആലോചിക്കേണ്ടി വരും. ഒരാളിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ആരെങ്കിലും വെച്ച് നീട്ടുകയാണെങ്കിൽ ഏത് മന്ത്രിസ്ഥാനമായിരിക്കും ആഗ്രഹിക്കുന്നു? ഏകപക്ഷീയമായിട്ട് എൻ്റെ പേര് പറഞ്ഞിരുന്നു. അത് അവിടെ സതീശേട്ടനുണ്ടായിരുന്നു, ചെന്നിത്തല സാറുണ്ടായിരുന്നു, KC സാറുണ്ടായിരുന്നു. ഇവരെല്ലാം ഒന്നിച്ചിരുന്നിട്ടാണ് എന്നെ വിളിച്ചത്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഒരാളെ അടിപ്പിക്കുന്ന കൂട്ടത്തിലില്ല. ജനങ്ങളുടെ താല്പര്യത്തിനായിരിക്കും എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് പൊതുപ്രവർത്തനമൊക്കെ പാർട്ടി പ്രവർത്തനമാവും. അനർഘ നിർഗളം അത് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ മികച്ച ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ്. മൈജി ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. അപ്പോൾ നാദിർ ഷോ എന്ന് പറയുന്ന നമ്മളുടെ ഈ ടോക്ക് ഷോയിലെ ഈ ഒരു സംസാരം, ഒരു ഷോ, ആ ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഒരു MLA മിമിക്രിയിൽ നിന്നും, അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തി, സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തി, രാഷ്ട്രീയക്കാരിൽ നിന്ന് MLA സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് ഫസ്റ്റ് എപ്പിസോഡിൽ ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇക്കൊക്കെ അതിനിടയ്ക്ക് MLA എന്നൊക്കെ എനിക്ക് ഭയങ്കര വേറെ ആളെ വിളിക്കുന്നതിലൊക്കെ തോന്നുന്നു. അതങ്ങനെയല്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എനിവേ എനിക്കും വലിയ സന്തോഷം. ഇക്കാക്കയുടെ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഇതിനിടയിൽ അതാണ് ഞാൻ ഈ തിരക്കുകൾ കിട്ടിയിട്ടും ഇത് മിസ് ചെയ്യരുതെന്ന് ഓർത്ത് ഓടി വന്നത്. നമുക്ക് തകർക്കാം. അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് ഷോസൊക്കെ ചെയ്ത് മിമിക്രി കാണിച്ച് പാട്ടുപാടി ചിരിപ്പിച്ച്. അല്ല, എന്നാലും ഇടയ്ക്ക് നീ പാടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആരോ മുളയിലെ നുള്ളി. അതുകൊണ്ട് ചെയിൻ സോങ് കൂട്ടുകൃഷി അത് നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ പ്രാർത്ഥന പാടുന്ന പോലെ ഉള്ളൂ. നമ്മൾ സേഫ് ആണെന്നും ആരും ആക്രമിക്കാനില്ലെന്നും ആ പാട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ബോധം കൊണ്ട് പാടിയെന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സ്റ്റേജിൽ പാടൽ എനിക്ക് പേടിയാണ്. സന്തോഷത്തിൻ്റെ പേരിൽ അങ്ങനെ പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ പാട്ടും പാടി ജയിച്ചു പാലക്കാട്. പാട്ട് പാടാതെ ജയിച്ചു. അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നു. പാട്ടും പാടി ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നല്ലവണ്ണം രാവിലെ തൊട്ട് രാത്രി വരെ ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഒരിടത്ത് പറഞ്ഞുള്ള പോലെ പലയിടത്തും പറഞ്ഞു. അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ട് മത്സരത്തിലൊക്കെ ജയിച്ചാലാണ് ഞാൻ ജയിച്ചു എന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇലക്ഷനല്ലേ, അതൊരു ജയിപ്പിക്കലാണ്. നമുക്ക് മത്സരിക്കാനേ പറ്റുള്ളൂ. ജയിപ്പിക്കുക, ജനങ്ങളാണ് അത് തീരുമാനിക്കുന്നതും ചെയ്യുന്നതുമല്ല. അവരാണ് അപ്പോൾ ജയിപ്പിച്ചത്. ജയിച്ചു എന്നുള്ളൊരു വാക്ക് അങ്ങനെ ഏകപക്ഷീയമായി പറയാൻ ഇലക്ഷന് പറ്റില്ല. ഞാൻ അവിടുത്തെ അവസ്ഥ എന്താണ്? കൂട്ടും ചൂടിൽ ഇപ്പോഴും ചൂടിന് കുറവൊന്നുമില്ല, നല്ല ചൂടാണ്. സാധാരണ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം. ഇലക്ഷൻ ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇലക്ഷൻ ഗംഭീരമായിരുന്നു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ പ്രചരണത്തിന് പോകുമായിരുന്നല്ലോ. പാലക്കാട് നമ്മൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് നമ്മുടെ പ്രചരണം. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു 40 മണ്ഡലത്തിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ സമയത്തിന് ഓരോയിടത്ത് ഓടിയെത്തി. ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷന് ഞാൻ 3-4 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ബൈ ഇലക്ഷന് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ്റെ ഒരു യാത്രയും പ്രചരണത്തിൻ്റെ അധ്വാനത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നും അങ്ങനെ പുതിയതും ഞെട്ടിക്കുന്നതുമായ അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ബോധ്യത്തോടുകൂടി തന്നെയാണ് പോയതും പ്രവർത്തിച്ചതുമല്ല. അല്ല, ഞാൻ ആലോചിച്ചു, ഞങ്ങളൊക്കെ നമ്മളുടെ ഒരു സുഹൃത്ത് സംഘം ഞങ്ങൾ അവിടെ വൈകിട്ടാണ് വന്നത്. അന്ന് നമ്മളുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് പിഷാരടിക്ക് സപ്പോർട്ടുമായിട്ട്. അത് രാഷ്ട്രീയം നോക്കാതെ, കാരണം നമ്മളെല്ലാവരും പല രാഷ്ട്രീയ ഇതിലുള്ളതാണ്. അപ്പോൾ ഷാജോണാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾ ഒരുപാട് പേര് അതും വിളിക്കാതെ, ഞാൻ ആദ്യം ആരെയും വിളിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയും വരികയും വലിയൊരു പരിപാടിയൊക്കെ ചെയ്തു തന്നു. അതൊക്കെ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് നമ്മളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പിഷാരടീനെ സംബന്ധിച്ച് പിഷാരടിയും പോയിട്ടുണ്ട്. അത് രാഷ്ട്രീയം നോക്കാതെ. ഇപ്പോൾ മുകേഷ് പോയിട്ടുണ്ട്, ഇന്നസെന്റ് പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഞാൻ പോയിട്ടുള്ളപ്പോൾ ഇതിനൊരു ഇത്തിരി അറ്റാക്ക് വരും. നമ്മളിപ്പം ഇക്കൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ രാഷ്ട്രീയം നോക്കാതെ വന്നു.
എല്ലാ രാഷ്ട്രീയം നോക്കാതെ സൗഹൃദം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതെല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇതിനൊരു അറ്റാക്ക് വരും. ഞാനിതിന് പോവുകയും ഇത് അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കലാകാരന്മാർ എല്ലാവരാലും ഇഷ്ടപ്പെടേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും അതുണ്ടാകരുത്, നിങ്ങളാരും കേൾക്കരുത്, ശരിയല്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ആരെയും വിളിക്കായിരുന്നത്. പക്ഷെ നിങ്ങളും ഞാൻ അതുപോലെ ഒരു വലിയ പ്രചരണ പരിപാടിയല്ല, ഒരു കലാപരിപാടിയായിട്ട് തന്നെ അത് അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാനും അത് കാണുന്നത്, ഞാൻ ചില സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ നമുക്ക് വല്ലാതെ കണക്ട് ചെയ്യും. ഞാൻ ഒരിടത്ത് പറഞ്ഞപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞ പടം കാണുമ്പോൾ അതിൽ ബേസിലിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇത്രയും നാൾ ഈ ലോകത്ത് ജീവിച്ചതിൻ്റെ ഒരു ബലമാടാ, നമുക്ക് ഇപ്പോഴൊന്ന് വിളിച്ചാൽ അവൻ വരും ഇവൻ വരും 10 പൈസ കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇതിനു മുമ്പുള്ള എത്രയോ കാലം നമ്മളെല്ലാം ഒന്നിച്ച് കാണുകയും ജീവിക്കുകയും ഇക്കാക്കയുടെയൊക്കെ പരിപാടിക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ നടന്നിട്ടുള്ളിടത്തുനിന്ന് നിങ്ങളങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അത് പ്രചരണമാണ്, അല്ലെങ്കിൽ ആ പ്രചരണത്തിലൂടെ വോട്ട് വർദ്ധിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം നിങ്ങളവിടെ ഉണ്ട് എനിക്ക് വേണ്ടി എന്നുള്ള തിരിച്ചറിവ് തരുന്നൊരു കോൺഫിഡൻസ് നമുക്ക് വളരെ വലുതാണ്. അതാണ് സുഹൃത്തുക്കൾ. പാലക്കാട് മത്സരിച്ച സമയത്ത് ഇതൊരു മിമിക്രിക്കാരൻ വന്നിട്ട് അയാൾ തമാശ പറയുന്നു, കോമഡിക്കാരൻ ഇയാൾ വന്ന് എന്തൊക്കെ ചെയ്യുന്നു. അതെ, അത് ആളുകൾ എപ്പോഴും നമ്മൾ അങ്ങനെ വളരെ പ്രൊജുഡിയസ് ആയിട്ട് വലിയ വലിയ ആൾക്കാർ വരും പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ചിത്രകാരനാണോ എന്ന് എനിക്കറിയത്തില്ലല്ലോ, ഞാനൊരു പടം വരച്ച് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല, ഞാൻ പടം വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അപ്പം ഞാനൊരു പെയിൻറ്റും ബ്രഷും എടുത്ത് ഉടനെ തന്നെ ഇവൻ ഇനി എന്ത് പടം വരയ്ക്കാനാണെന്ന് നിങ്ങൾ പ്രൊജുഡീസ് ആയിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ വരച്ച് കണ്ടിട്ടില്ലാത്തതാണ്. പിന്നെ നമുക്ക് പൊളിറ്റിക്സ് ഇല്ല, പൊളിറ്റിക്സിന് എന്ത് ബോധ്യങ്ങളാണ് ഒരാൾക്കുള്ളത് എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം ജനാധിപത്യം നിലനിൽക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ എല്ലാ തൊഴിലും ചെയ്യുന്ന ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ്. ആ വോട്ട് മേടിക്കാനും ആ വോട്ട് ചെയ്യാനും ഭരണം തീരുമാനിക്കാനും ഇവിടെ സമസ്ത മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാമെന്നിരിക്കെ അതിലൊരാൾക്ക് തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇയാൾക്ക് എന്തറിയാമെന്ന ചോദ്യത്തിന് സത്യത്തിൽ പ്രസക്തിയില്ല. നമ്മൾ ആരെയും, ഞാൻ എൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, ഒരാളെയും അങ്ങനെ കുറച്ചോ പ്രജുഡീസ് ആയിട്ടോ കാണരുത്. അല്ല, ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഇങ്ങനെ പിഷാരടിയെ പോലെ ഈ എന്താ പറയുക ഇങ്ങനെ അതിനൊരു വാക്കുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ, അനർഘ നിർഗളം, അത് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇലക്ഷൻ സമയങ്ങളിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ പിഷു ആരാണ് എന്ന് പറയുന്നത് ഇയാൾ കൊള്ളാമല്ലോ എന്ന് ജനങ്ങൾ കാരണം അളന്ന് മുറിച്ച് വേണ്ടാത്തടത്ത് മിണ്ടാതിരിക്കുക, വേണ്ടിടത്ത് കൃത്യമായിട്ടുള്ള മറുപടി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ച പലരെയും അത് ഞാൻ എനിക്ക് പറഞ്ഞില്ല. ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു വലിയ അവനവൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയും, എന്നോട് എങ്ങനെ പെരുമാറുന്നോ ഞാൻ അങ്ങനെ തിരിച്ചു പെരുമാറും. ഇത് ഒരുപാട് പേര് അവനവൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സ്വഭാവമില്ല, നമ്മൾ ഭയങ്കര മിററാണ്. എൻ്റെ ഓപ്പോസിറ്റ് വരുന്നവനെ എന്നെ ദേഷ്യപ്പെടുത്താനും എന്നെ സങ്കടപ്പെടുത്താനും എന്നെ കരയിക്കാനും ഒക്കെ പറ്റുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ലേവാണ് അവൻ്റെ. അപ്പം ഞാൻ പലപ്പോഴും നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാൻ എൻ്റെ സ്വഭാവത്തിലേ തിരിച്ചു പെരുമാറുള്ളൂ എന്നൊരു തീരുമാനം വളരെ മുമ്പേ എടുത്തിട്ടുള്ളതാണ്. അപ്പം എനിക്കൊരാൾ എന്നെ പറഞ്ഞാലും ഇങ്ങനെ പറയും, എൻ്റെ കൃത്യമാണ് ഞാൻ പറയുന്നില്ല, എംറ്റി ബോട്ട് തിയറി എന്നെങ്ങാണ്ട് പറയുന്നൊരു തിയറി ഉണ്ട്. നിങ്ങളൊരു വള്ളം തുഴഞ്ഞു പോകുമ്പം ഒരു കാലി വള്ളം ഒഴുകി വന്ന് നിങ്ങളെ ഇടിച്ചാൽ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ആ വള്ളം മാറ്റി നിങ്ങൾക്ക് പോകാനേ പറ്റുള്ളൂ. പക്ഷേ ആ വന്നിടിച്ച വള്ളത്തിൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും, ഇവൻ എന്തിനാണ് ഇടിക്കാൻ വന്നത്, അവനോട് നമ്മൾ ചൂടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ പലതും കാലിവെള്ളമായിട്ടാണ് ചിന്തിക്കുന്നത്. അതിലൊരാളുണ്ട്, അവനിങ്ങനെ കൃത്യമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെന്നൊന്നും ഞാൻ അധികം ബലം കൊടുക്കുന്നില്ല. അങ്ങനെ എൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എന്നെ സംസാരിച്ചങ്ങ് ദേഷ്യപ്പെടുത്തി കളയാം, അങ്ങനെ സംസാരിച്ച് എന്നെ കരയിപ്പിച്ച് കളയാം എന്ന് വിചാരിക്കുന്നിടത്ത് ഞാനൊരു മതിൽ കാലങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത് കെട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഇത്തരം പറഞ്ഞ പ്രൊവോക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മളത് ആവാതിരിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയണം. സത്യമേ പറയും, സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യപ്രതിജ്ഞ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല, ഇതിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും എന്നെ ആർക്കും കരയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ കരച്ചിൽ വന്നിട്ടുള്ള സമയങ്ങളിൽ ഈ ഇലക്ഷൻ പ്രചരണമല്ല അതുണ്ട്. അങ്ങനെയല്ല, എന്നെ ആർക്കും കരയിപ്പിക്കാൻ പറ്റില്ല എന്ന് അല്ല, ഞാൻ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഞാനും കൂടെ തീരുമാനിക്കണം. എനിക്ക് വേദന ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ കരയുമല്ലോ. ഇലക്ഷൻ സമയങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അതെങ്ങനെ അറിയിക്കാം, നമുക്ക് പൊറുക്കാൻ പറ്റും, മറക്കാൻ പറ്റണമെന്നുള്ള നിർബന്ധമില്ല. നമുക്ക് ഓർമ്മയുണ്ട്. എനിക്ക്
ഇവിടെ നിന്നല്ല, നമ്മൾ ഡയറി എഴുതുന്ന ആളായതുകൊണ്ടും അല്ലാതെയുമൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞ 10-27 വർഷങ്ങളിലെ പല ദിവസങ്ങളും ഇതിൻ്റെ ഓരോ വളവുകളിലും തിരിവുകളിലും ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ കൃത്യമായ ബോധ്യങ്ങൾ നമുക്കുണ്ട്. നമുക്കത് ഓർക്കാൻ പറ്റും, ഓർക്കാൻ പറ്റും. മറക്കണമെന്ന് നമ്മളോട് വാശി പിടിച്ചാൽ നമുക്കത് ഓർമ്മയുണ്ട്. ഒരാൾ എന്നോട് ഇത് ചെയ്തിട്ടുണ്ട്, അയാൾ ഇനിയും ചെയ്യുമായിരിക്കും എന്നുള്ള ബോധ്യങ്ങളിൽ നമുക്ക് നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. എനിക്കറിയാവുന്ന നമ്മളുടെ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ പുസ്തക വായന അല്ലെങ്കിൽ ആകാശത്തിന് താഴെയും ഭൂമിക്ക് മേളിലും എന്ന് പറയുന്ന അവസ്ഥയിൽ ഉള്ള പല കാര്യങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന രണ്ടുപേരും, ഒന്ന് സലീംകുമാറും പിഷാരടി, ബാക്കി ഒരുപാട് പേർക്കുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളുടെ കാര്യം പറഞ്ഞത്. ഇത് കഴിഞ്ഞ് മുന്നോട്ടും ഇതുപോലുള്ള ഉണ്ടാവുന്നത് നമ്മുടെ കയ്യിലൊരു ഫോണൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനി നമ്മൾ പല കാര്യങ്ങളും അറിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നീതിയല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കോവിഡ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ RT-PCR ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പം ഞാൻ ഇത് കേട്ട് രണ്ടാമത്തെ ദിവസം തന്നെ എന്തായിരിക്കും RT-PCR, അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഞാനിതൊരാവശ്യമില്ലാണ്ട് ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ നിർത്താതിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്തെങ്കിലും നമുക്കെല്ലാം പ്രയോജനമുള്ളത് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിനി എന്ത് പഠിക്കാനാണ്? നമുക്ക് അല്ലെങ്കിൽ വയലിൻ പഠിക്കാനൊക്കെ പോയ സമയം മാറ്റി വെക്കേണ്ടി വരും. അപ്പം ഈ നമ്മുടെ ഫോൺ എല്ലായ്പ്പോഴും എന്തേലും ഒരു കാര്യം ക്രിയേറ്റീവായിട്ട് എന്തായിരിക്കും, ഇതെന്തായിരിക്കും എന്നുള്ള ഒരു അന്വേഷണം ഉള്ളതുകൊണ്ടായിരിക്കും ഒക്കെ പറഞ്ഞാൽ വായന എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ അതൊക്കെ അവനവന് ഗുണം എന്നല്ലാതെ അത് നമ്മൾ വലിയ ക്ലെയിം ചെയ്യുന്ന അതിൻ്റെ നമ്മുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്, അതൊരു നമ്മുടെ വലിയ ക്വാളിറ്റി ആണ് എന്നൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്ന സാധനങ്ങളല്ല. അതൊക്കെ എൻ്റെ സന്തോഷം, എൻ്റെ ഇഷ്ടം, ഞാൻ വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ കളർ ഷർട്ട്, ഇങ്ങനെയുള്ള കളർഫുള്ളായിട്ടുള്ള ഷർട്ടുകൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ഇലക്ഷൻ്റെ സമയത്തും ഈ വെള്ളയാണ്, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. വെള്ളയും ഈ വെള്ളയും വെള്ളയും നമ്മൾ പണ്ടിടുമായിരുന്നു, കളറും പണ്ടിടുമായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഞങ്ങളുടെ പടത്തിൽ തന്നെ നല്ലവനായ ഉണ്ണി വന്ന പോലെ ചേരാത്ത സ്ഥലത്ത് ചേരാത്ത ഡ്രസ്സ് ഇടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചേരാത്ത സ്ഥലത്ത് ചേരാത്ത ഡ്രസ്സ് ഇട്ടതായിട്ട് രാഷ്ട്രീയ ഈ ഇലക്ഷൻ സമയത്ത് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ശരിയല്ല. അതെല്ലാം നമ്മൾ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്ക് അവനവനെ കാണാൻ ഇഷ്ടമുള്ള പോലെ കാണാമല്ലോ. പണ്ട് ഈ നമ്മൾ TV റെഗുലർ ഷോ ചെയ്യുന്ന സമയത്ത് ഒരു കാലത്ത് ധർമ്മന് ഞാനും ചെയ്യുമ്പം നമ്മൾ പറയും നമുക്ക് ആഗ്രഹമുള്ള തൊഴിലെല്ലാം ചെയ്യാം. കോസ്റ്റ്യൂം അവിടെ ചാനലിൽ എഴുതി കൊടുത്താൽ അവർ തരുമല്ലോ. ഒരു ദിവസം ഞങ്ങൾ പൈലറ്റാവും, അടുത്ത ദിവസം വക്കീലാവും, ജഡ്ജാവും, രാജാവാകും. അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ ഡ്രസ്സും ഒരു കാലഘട്ടം മുഴുവൻ ഞങ്ങൾ വേഷം കെട്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഭയങ്കര ഫ്ലാഷി കളറൊക്കെ ഇനി ഇട്ടുകൊണ്ട് നടന്നാൽ ആൾക്കാരുടെ ഇവൻ എന്താ ഇങ്ങനെ നടക്കുന്നത്. മമ്മൂക്കയെ പോലെയുള്ള ഒരാളുടെ കൂടെ പിഷാരടി കാണുമ്പോൾ അതിന് പല ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുക എന്താ പറയുക, നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഒരാളെ അടുപ്പിക്കുന്ന കൂട്ടത്തിലല്ല, പരിചയമുള്ളിടത്തോളം. അപ്പോൾ പിഷാരടി ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറ്റവും എന്താ പറയുക, എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു ആൾ. എനിക്ക് തോന്നുന്നത് എൻ്റെ വരികളല്ല ഇത്, ഞാൻ സുനിൽ പിള്ളയുടെ കണ്ട് പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുന്നുണ്ട്, ഈ ഐക്യം എന്നുള്ള വാക്കിന് പ്രസക്തി വരുന്നത് വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്. ഈ ഒരുപോലുള്ള ആളുകൾ ഒന്നിച്ച് നിൽക്കുന്നിടത്ത് ഐക്യം എന്നൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ സ്വാഭാവികമായൊരു പ്രോസസ്സാണത്, അല്ലേ? നമ്മളൊരു ഐക്യം ഒരു വാക്ക് ഒരിടത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നിടത്താണ്. അതിലെന്ത് സൗന്ദര്യമുള്ള കാര്യമാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റാണ്, കോൺഗ്രസ് ആണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടായിരിക്കുകയും എന്താ നമ്മൾ ഇന്ത്യ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന കാര്യം ഉണ്ടാക്കിയത് ഈ വ്യത്യാസപ്പെട്ടിരിക്കുകയോ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ അതെനിക്ക് വലിയ മാതൃകയായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ പിഷാരടി MLA ആയി. പിഷാരടിക്ക് ഇന്നിപ്പോൾ പാലക്കാട്ട് സ്ഥിരതാമസമാകേണ്ടി വരും. സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കുന്ന സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ കണ്ടില്ലെങ്കിൽ പോലും നീ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഒരു സൗഹൃദമുള്ള, അത്രയും അടുപ്പമുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ് ചെയ്യുന്നത് ആർക്കായിരിക്കും? മമ്മൂക്കായിരിക്കും, പിഷാരടിക്കായിരിക്കും? മമ്മൂക്കയുടെ കാര്യം മമ്മൂക്കയാണ് പറയേണ്ടത്. പക്ഷേ അതായത് തിരക്കുകളുണ്ടല്ലോ. ഈ സൗഹൃദത്തിന് എപ്പോഴും ഒന്നിച്ചുണ്ടാകുക എന്ന് പറയുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ തന്നെ പണ്ടൊരിടത്ത് പറഞ്ഞ പോലെ
എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ബന്ധത്തിനെ സൗഹൃദമെന്ന പേര്, സൗഹൃദമൊക്കെ തോളെ കേട്ട് നടക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന ഒരു സംഘം മറ്റൊരു സംഘമാണ്. കലാലയ കാലം തൊട്ടുള്ള സൗഹൃദത്തിൻ്റെ ഒരു സംഘമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അവരൊക്കെ വരും. അപ്പം എനിക്ക് അദ്ദേഹം ഏതൊരു പോയിന്റിൽ മാർജിൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി വരച്ച് തന്നു എന്തോ കാരണം കൊണ്ട് എന്നുള്ളതേ ഉള്ളൂ. മിസ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് മിസ് ചെയ്യുമായിരിക്കും. ഞാൻ മിസ് ചെയ്യും. ഞാൻ ചിലപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ അതുമാത്രമല്ലല്ലോ, നമ്മൾ ഇതുവരെ വന്നിടത്തുനിന്ന് പൂർണ്ണമായും പാലക്കാടോട്ട് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ മിസ് ചെയ്യുന്നതിൻ്റെ ലിസ്റ്റിൽ പലതുണ്ടാവും. പക്ഷേ മറ്റു പലതും അവിടെ ഒരു പക്ഷേ കൂടുതലായിട്ട് വരും. ഈ ഞാനും മമ്മൂക്കയുമായിട്ട് നിൽക്കുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, അറിയാലോ. പക്ഷേ പാലക്കാട് ചിലർക്ക് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നെ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രസക്തി കൂടുതൽ അവിടെ നിൽക്കുന്നതിനാണ്. മറ്റേത് ഞാൻ സഹിച്ചാൽ മതിയല്ലോ. അല്ല, ഇതിനകത്ത് ഇനി പേഴ്സണലി എനിക്ക് പറയാമല്ലോ, നമ്മൾ തമ്മിലുള്ള ഈ ഇതിൽ നമ്മളുടെ സംഘടനയിൽ പോലും ഇപ്പോൾ മിമിക്രി സംഘടനയിൽ എന്ന് പറയുന്ന സംഘടനയിൽ നമ്മളെല്ലാം അതിൻ്റെ മെമ്പേഴ്സാണ്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് പലപ്പോഴും പല ആളുകൾക്ക് നമ്മളുടെ സിനിമയിലുള്ളതും മിമിക്രിയിലുള്ളത് അല്ലാത്തതായിട്ടുള്ളവർക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും പിഷാരടി മുഖേന മമ്മൂക്കയുടെ എന്താണ് മറ്റേ ട്രസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഒറ്റൊരു ഫോൺ കോളിൽ ഒരുപാട് പേർക്ക് ചികിത്സ, ഫ്രീ ചികിത്സ, അത് ലക്ഷങ്ങൾ മുടക്കേണ്ട ചികിത്സകൾ, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധം കൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയിരിക്കുന്നതാണ്. ഞാനിത് ഒരിക്കൽ മറ്റൊരു രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുഖേന എന്നുള്ളതല്ല കേട്ടോ, അതെപ്പോഴും അത് വന്ന ആളുടെ ഒരു ഭാഗ്യമാണ്. എങ്ങനെയോ അവിടെ എത്തുന്നു എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതെന്ന് പറയുന്നത് അവരുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. നമ്മളതിനൊരു കാരണമാകുന്നു, നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ അതിന് കാരണമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രമേശനോ സതീശനോ, ഈ രമേശനല്ല, ഇനി കുറവ് പോലെ ആളുകൾ പറയുന്ന പലതും സത്യത്തിൽ കൂടുതലുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളൊരു പാർട്ടിയിൽ ഇപ്പം തിരിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു മറുപക്ഷത്തുള്ളൊരു പാർട്ടിയുടെ ചോദിക്കുക ഇതല്ലായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയെങ്കിൽ വേറെ ആരാന്ന് ചോദിച്ചാൽ മേളിട്ട് നോക്കും. പെട്ടെന്ന് ഉടനെ ഒരാളുടെ ഉത്തരം റെഡിമെയ്ഡ് ഇല്ല, ഇതൊന്ന് ആലോചിക്കേണ്ടി വരും. ഒരാളിൽ നിൽക്കുകയാണ്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഒരു വാർഡ് മെമ്പർ തൊട്ട് മുഖ്യമന്ത്രി വരെ നിങ്ങൾ എവിടെ നോക്കിയാലും എലിജിബിളായ ആളുകളാണ്. ഈ 4 പേര് തമ്മിൽ എപ്പോഴും ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത് ഇവരെല്ലാവരും എലിജിബിൾ ആകുന്നത് കൊണ്ടാണ്. ഇവർ തമ്മിലൊരു പ്രൊഫൈൽ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ അതൊരു വലിയ പ്ലസ്സാണ്. നമുക്ക് ഒന്നിലധികം ആൾക്കാരുണ്ട്, അത് ഉത്തരവാദിത്തപ്പെട്ട, ഞാനിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുകയും ചിലപ്പോൾ തർക്കിക്കുകയും ചിലപ്പോൾ അതിൻ്റെ പേരിൽ കുറേയധികം സമയം മാറ്റിവെക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഏറ്റവും ഉചിതമായ ഒരു ഡിസിഷനിലോട്ട് അത് എത്തിക്കോളും. അതിൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ആരെങ്കിലും വെച്ച് നീട്ടുകയാണെങ്കിൽ ഏത് മന്ത്രിസ്ഥാനമായിരിക്കും ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഇതാണെങ്കിൽ ഇല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല. ഞാനത് പിന്നീട് നമ്മൾ ഈ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. ഞാൻ മണിച്ചേട്ടൻ പണ്ട് അവാർഡ് കിട്ടാതെ ബോധം കെട്ട് വീണല്ലോ. വാസന്തി ലക്ഷ്മി ഞാനും വാനപ്രസ്ഥത്തിനാണ് കിട്ടിയെന്ന് തോന്നുന്നു. ആ സമയം കഴിഞ്ഞിട്ട് അതിന് ശേഷം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, എല്ലാവരും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കൊതിച്ചു പോയിന്ന. അത് തന്നെ കൊതിച്ചതല്ല അദ്ദേഹം, നമ്മൾ ചുറ്റും നിന്ന് പറഞ്ഞ് കൊതിച്ചു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില പ്രേമം അങ്ങനെ ഉണ്ടാവുമല്ലോ, അവനും ഇവളും തമ്മിൽ പ്രേമം വന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് നമുക്കിടെ ഇതുണ്ടോ എന്നൊരു സംശയം നമുക്കായിപ്പോവും. അപ്പം ഞാൻ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്ത് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വെറുതെ ആലോചിക്കാറില്ല. അതൊക്കെ വരും. നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് നിൽക്കുക, നല്ലത് ചിന്തിക്കുക, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലും വേണ്ട, കുഴപ്പമില്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത്രയും ചിന്തിച്ചാൽ ഭയങ്കര പാടാണ്. ഈ ആളുകൾ ചുറ്റും നിന്ന് പറയുന്ന സാധനം നമ്മൾ കുറച്ച് കഴിയുമ്പം വിശ്വസിച്ചു പോകും എന്നുള്ള സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ പാട്ട് പാടുന്നതിനെ പറ്റി പറഞ്ഞില്ലേ. അപ്പം ചില ആളുകൾ നിന്നിട്ട് നമ്മളോട് നിങ്ങളുടെ പാട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഈ നശിപ്പിക്കാൻ നമ്മൾ കുറ്റം പറയണം എന്നുള്ള നിർബന്ധമില്ല, പ്രോത്സാഹിപ്പിച്ചാലും മതി. നമ്മൾ ഓർക്കും ഇവനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് അപ്പം തന്നെ അങ്ങനെയല്ല. ചില ആൾക്കാർ പ്രോത്സാഹിപ്പിച്ച് നശിപ്പിച്ച് കളയും. നല്ല അപ്പൊ എനിക്കൊക്കെ ഇത് മനസ്സിലാവും. അല്ല, മലയാള സിനിമയിൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് നശിപ്പിച്ചു എന്ന് ഞാൻ വേറെ ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. എനിക്കറിയാം, നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ VR there എന്നൊക്കെ പറയുന്ന ഇവരൊന്നും വരാൻ പറ്റില്ല, ഇവരൊന്നും ഉണ്ടാകത്തില്ല. ഇവർ നമ്മളെ എരിപിരി കൂട്ടി വിടും. ഈ എരിപിരിമേൽ നമ്മളെല്ലാവരും നിന്നിട്ട് ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എരിപിരി കൂട്ടി വിടും. നമ്മളിത് കേട്ടിട്ട് പോയാൽ നല്ല നമ്മൾ തന്നെ ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ മോപ്പിക്കലുണ്ട് ആളുകൾക്ക്. അതിനെ
മേറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. മേറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ചിലർ അവിടെ ശരിക്കും നമുക്ക് നമ്മുടെ ചിന്തയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഒറ്റ തലച്ചോറുള്ളെങ്കിലും ഈ തലച്ചോറ് നമ്മളൊരു വിഷയം ചിന്തിക്കുന്നു, രണ്ടാമത് നമ്മൾ ആ ചിന്തിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ സ്ഥലം ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. നമ്മളല്ലെങ്കിൽ മറ്റേ ആദ്യത്തെ ചിന്തയെ മാത്രം നിന്നാൽ നല്ല തട്ട് കിട്ടും. ആൾക്കാർ നമ്മളെ പറഞ്ഞത് നമ്മൾ കുറേ വിശ്വസിച്ച് പോകുന്നേ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിട്ടെ. ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് ഞങ്ങളോടൊക്കെ പറഞ്ഞു വരണമെന്ന് നിർബന്ധിച്ചില്ല, എന്നാലും ഞങ്ങൾ വന്നു. പക്ഷേ ദൈവമേ അവൻ വരുമോ, വന്ന കുഴപ്പമാവല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സൗഹൃദത്തിൽ? ഏതെങ്കിലും അതുമൊക്കെ ഉണ്ടെന്ന്. ഇത് എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് ഇപ്പോ ഞങ്ങള് കുഴപ്പമില്ല, അവനൊക്കെ സ്പെഷ്യൽ ലൈസൻസിൽ ഓടുന്ന ആളാണ്. നമുക്ക് വർത്തമാനം പറയുന്നതിനകത്ത് ഇപ്പൊ നർമ്മം പറയുന്നതിൽ പോലും ഇതിനെ ഒറ്റക്കൊരു പീസായിട്ട് എടുത്താല് ഭയങ്കര കുഴപ്പമായി പോകുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ ചില കുഞ്ഞു സ്റ്റേറ്റ്മെന്റുകൾ, ചില വരികളൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ വരും. അത് ആളുകൾ കേൾക്കും, അതിനാളുകൾ ഈ ചീത്ത വിളിക്കുക. ആളുകളെ സംബന്ധിച്ച് ഒരു സത്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ചിലവാക്കണം, അതിനെ അനലൈസ് ചെയ്യണം. കേട്ട ഉടനെ റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് അധികം പഠിക്കേണ്ട ആവശ്യകതകൾ എനിക്കില്ല. കേട്ടു, ഞാൻ റിയാക്ട് ചെയ്തു, എൻ്റെ ജോലി കഴിഞ്ഞു. റിയാക്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം മൊത്തത്തിലിപ്പം നമ്മൾ പ്രോ ആക്റ്റീവ് എന്ന് പറയും. ആക്ഷനേക്കാൾ കൂടുതൽ റിയാക്ഷനുകളുള്ളൊരു സമയമാണ്. ഞാനും ഇക്കാക്കയും തമ്മിൽ ഇവിടുന്ന് ഒരു ചെറിയ വഴക്കുണ്ടായാൽ ആ വഴക്കൊരു ചെറിയ ആക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ ഒരു ദിവസം ഈ സംസ്ഥാനത്തുള്ള ഒരുപാട് പേര് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞും കമൻ്റ് ഇട്ടും വലിയ റിയാക്ഷൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ആളുകൾ എന്നെ പ്രചരണത്തിന് വരുന്നവർ വർത്തമാനം പറയുന്നതും ഞാൻ ഉൾപ്പെടെ വർത്തമാനം പറയുന്നതും എല്ലാം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടായിരുന്നു. പിഷാരടി ധർമ്മജൻ കോമ്പിനേഷൻ, ആ കോമ്പിനേഷനിൽ ധർമ്മജൻ ഇലക്ഷനിൽ നിന്ന് ധർമ്മജനൊരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം പിഷാരടീനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്ന് എനിക്കറിയാം. ഇതിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ജയിക്കുക അല്ലെ തോക്കുക. ഇതാണല്ലോ സംഭവിക്കുന്നത്. ധർമ്മൻ്റെ കാര്യത്തിലും എനിക്ക് ഈ രണ്ടിലൊന്ന് സംഭവിക്കും. ഒന്ന് സംഭവിച്ചാൽ എന്താണ്, ഒന്ന് സംഭവിച്ചാൽ എന്താണ് എന്നുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടല്ലോ. ഒന്നും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നൊന്നും അല്ലല്ലോ. നമ്മൾ ആലോചിച്ച് തിരഞ്ഞെടുത്ത് ഇലക്ഷൻ നിന്ന് പ്രചരണം നടത്തി. അപ്പം നമുക്കറിയാം ഇതിൽ ഈ രണ്ടിലൊന്നും സംഭവിക്കും എന്നുള്ളത് അറിയാം. അപ്പം അവനങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് കൊണ്ട് ഞാനതിനെ ഭയക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു സംഭവമില്ല. അത് നമ്മൾ ഇറങ്ങണം. നമ്മൾ കുറേയൊക്കെ റിസ്ക് എടുക്കണം, കുറേയൊക്കെ നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയെങ്കിൽ തന്നെ അതിലുള്ള കാര്യങ്ങളുള്ളൂ. പ്ലാനിങ്ങും എക്സിക്യൂഷനും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വെക്കരുത് എന്നുള്ളതാണ് തോന്നാറ്. ഈ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ കാൻഡിഡേറ്റായിട്ട് അവസരം കിട്ടി എന്നറിഞ്ഞതിന് ശേഷം ആദ്യം അങ്ങനെ വിളിച്ചു പറഞ്ഞത് ആരാണ്? അത് വിളിച്ചു പറഞ്ഞതിന് ശേഷം പിഷാരടി ആദ്യം നമുക്ക് പാലക്കാട് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് നമ്മൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞു, 48 72 എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും പലതരത്തിൽപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതിൽ പാലക്കാട് അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും മറ്റൊരാളുടെ പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേറൊരു പേര് പെട്ടെന്ന് ഉയർന്നു വന്നിട്ടില്ല. ഏകപക്ഷീയമായിട്ട് എൻ്റെ പേര് പറഞ്ഞിരുന്നു. അത് അവിടെ സതീശേട്ടനുണ്ടായിരുന്നു, ചെന്നിത്തല സാറുണ്ടായിരുന്നു, KC സാറുണ്ടായിരുന്നു. ഇവരെല്ലാം ഒന്നിച്ചിരുന്നിട്ടാണ് എന്നെ വിളിച്ചത്. പാലക്കാടാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഒന്ന് തയ്യാറെടുക്കണം. അതൊരു ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഈ ചില മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇലക്ഷൻ നടക്കുന്ന പോലും അറിയുന്നില്ല. ഇത് വലിയ ഫൈറ്റുള്ള വലിയൊരു മണ്ഡലവും വലിയൊരു പൊളിറ്റിക്കൽ മണ്ഡലമാണ്. അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പിഷാരടിയുടെ വിജയം മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് നഷ്ടമാണോ നേട്ടമാണോ? മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ വലിയ സിനിമയിലെ ഏതെങ്കിലും ഒരു ഒഴിച്ചുകൂടാനാകാത്ത ആളാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് സിനിമയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഞാൻ എന്നെ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയാൽ അത് നേട്ടമാകും. അതും എത്ര വലിയ നേട്ടമാകും എന്നെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഞാൻ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നഷ്ടമാണോ നേട്ടമാണോ? സിനിമ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും സിനിമകൾ എനിക്കില്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുറത്തു നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട കേട്ട വായിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ മന്ത്രിസഭയിൽ ഇതുവരെയുള്ള കുറേ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. ഇതല്ലാതെ ഒരു വകുപ്പ് വേണം എന്ന് തോന്നിയിട്ടുള്ള വകുപ്പ് ഏതെങ്കിലും ഉണ്ടോ? ആരോഗ്യ വകുപ്പിന് കീഴെ ഒരു മാനസികാരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വർത്തമാനകാലത്തിൽ ആ ഒരു സ്ഥലത്ത് വളരെ വീക്കാണ്.
ആരോഗ്യവകുപ്പാണ്ട് അതിനൊരു ബൈ. ഇപ്പം വിദ്യാഭ്യാസം, നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അല്ലാത്ത വിദ്യാഭ്യാസ വകുപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാനസികാരോഗ്യം വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്ഥലമാണ്. മാനസികമായ സന്തോഷം നമ്മളുടെ എല്ലാ സ്ഥലത്തും ആവശ്യമാണ്. അപ്പോൾ ഞാനിതിനെപ്പറ്റി ആദ്യം ജനങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട്, ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, അവിടെ ഒരു വികസനം വരിക എന്ന് പറയുന്നത് ഒരാൾക്ക് മാനസികമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമല്ലേ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ നല്ലൊരു പാർക്കിൽ പോയിരുന്നാലും അവിടെ നിങ്ങൾ കടൽ തീരത്ത് പോയിരുന്നാലും നിങ്ങൾക്ക് വ്യക്തിപരമായി മാനസികമായ സന്തോഷം ഇല്ലാതെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വ്യക്തിപരമായി നല്ല മാനസികമായ സന്തോഷത്തിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെ എങ്ങനെ ഇരുന്നാലും നിങ്ങൾ കുറച്ചൊക്കെ ഹാപ്പി ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പം അതൊരു വളരെ നമ്മൾ കാണേണ്ട, കരുതേണ്ട ഒരു ഏരിയ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. പാർട്ടിയുടെ തീരുമാനത്തിനാണോ ജനങ്ങളുടെ തീരുമാനത്തിനാണോ പ്രാധാന്യം ഇനി കൽപ്പിക്കുക? എല്ലാ കാലത്തും ജനങ്ങളുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കാൻ പാടുള്ളൂ. നമ്മൾ ശരിക്ക് ഭയങ്കര കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകൾ രാഷ്ട്രീയത്തിലുള്ളത് പാർട്ടി പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ്. ഇത് നമ്മൾ ഈ പാർട്ടി പ്രവർത്തകനും പൊതുപ്രവർത്തകനും കേൾവിയിൽ ഒന്നുപോലെ തോന്നുമെങ്കിലും പൊതുവെ നമ്മൾ ആദ്യം ആയിരിക്കേണ്ടത് പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തനത്തിന് നമ്മൾ പിടിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം മാത്രമാണ് പാർട്ടി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അത് പൊതുവെ പക്ഷേ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എല്ലാ കാലത്തും അങ്ങനെയാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറൊക്കെ 50 വർഷം ഒരു മണ്ഡലം ഭരിച്ചാൽ പോലും ആ മണ്ഡലം ഒരു പാർട്ടി ഗ്രാമം എന്നൊന്നും ഒരിക്കലും അറിയപ്പെടില്ല. അവിടെയുള്ള വ്യക്തികൾക്ക് അവിടെ എല്ലാവർക്കും പ്രവർത്തിക്കാം, എല്ലാവർക്കും ചെല്ലാൻ പോകാൻ പറ്റും. അല്ല, 50 വർഷം ഭരിച്ചിട്ടുണ്ടല്ലോ ഒരേ മണ്ഡലം, അതൊരു പാർട്ടി ഗ്രാമമൊന്നും ആകുന്നില്ലല്ലോ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പൊതുപ്രവർത്തനമായിട്ട് തന്നെ കാണുന്നതാണ്. പാർട്ടി പ്രവർത്തനം കൂടുന്തോറും പാർട്ടിയുടേതായ കുറേ കാര്യങ്ങൾ എല്ലാ കാലത്തും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടി വരും. അതിനകത്തൊരു ആശയപ്രചരണത്തിൻ്റെ ഭാഗം കിടപ്പുണ്ട്. ഭരണഘടന അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും പൊതുപ്രവർത്തനമാണ് നമുക്ക് കൂടുതൽ ചെയ്യേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൺക്ലൂഷൻ ജനങ്ങളുടെ താല്പര്യത്തിനായിരിക്കും എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് പൊതുപ്രവർത്തനമൊക്കെ പാർട്ടി പ്രവർത്തനമാവും. അപ്പം തീർച്ചയായും ജനങ്ങളുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ നമ്മളിങ്ങനെ പറയും, ഇപ്പോൾ ട്രൂപ്പിൽ നിങ്ങൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ച പാട്ടുകളാണോ പാടുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ടുകളാണോ പാടുന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പാടിയേ പറ്റുള്ളൂ. കമ്മിറ്റിയിൽ 5 പേര് നിന്നിട്ട് നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നിട്ട് ഈ പാട്ടങ്ങ് പാടിയോ ഗാനമേളയ്ക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഗാനമേള നമുക്ക് കിട്ടുമല്ലോ, നമ്മൾ ഒളിഞ്ഞു പോകും അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്, ജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടേ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ അഭിപ്രായം പറയേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ അതിന് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ആ കാര്യം ചെയ്തിരിക്കുന്നത്. അവനെ എഗെയിൻസ്റ്റായിട്ട് തന്നെ പറയണം. രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതിന് എത്രത്തോളം അയാളെ തള്ളി പറയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ സുഹൃത്താണോ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതിനൊക്കെ അപ്പുറം നമ്മൾ പരമാവധി ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിപ്പം സുഹൃത്താണ് എന്ന് കരുതിയ ഒരു സാധനം ന്യായമാകുന്നില്ല, അതില്ല. അപ്പം നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ രാഷ്ട്രീയവും സൗഹൃദവും ഒന്നും അല്ല, നമുക്ക് എവിടെയോ ഒരു ശരിയുണ്ട് ഇതിനകത്ത്. പരമാവധി ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ അങ്ങനെ സൗഹൃദം പറഞ്ഞുകൊണ്ട് വിശേഷങ്ങളില്ല. അതെ, അത് ചെയ്യാൻ പാടില്ലല്ലോ. അത് നിങ്ങളിപ്പം കോടതിയുണ്ട്, പോലീസുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതിലൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ശരിയുടെ ഭാഗത്ത് നിൽക്കാനേ പറ്റുള്ളൂ. പിഷാരടി ഇപ്പോൾ ഇലക്ഷന് മത്സരിച്ച സമയത്ത് തന്നെ, അല്ലെങ്കിൽ മത്സരിക്കുന്നതിന് മുമ്പ് പിഷാരടിയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ വന്ന ട്രോളുകൾ, അതിന് ഈ സമയത്ത് വരുന്ന ഈ കമൻസൊക്കെ നോക്കാറുണ്ടോ സോഷ്യൽ മീഡിയയിൽ? നോക്കിയിട്ട് അതിന് ഞാൻ പണ്ട് നോക്കൂലായിരുന്നു കേട്ടോ. പണ്ട് എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം, നമ്മളിത് ഉപയോഗിച്ച് വന്ന് ശീലിച്ചവരല്ലല്ലോ. നമുക്ക് ഗതിയില്ലാണ്ട് ഇത് ഉപയോഗിച്ചാലേ പിടിച്ചിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നവരാണല്ലോ. ആ സമയത്തൊക്കെ എൻ്റെ ചില പരിപാടിയുടെയൊക്കെ താഴെ ചില ആൾക്കാർ മോശം കമൻ്റ് ഇടുമ്പോൾ ഞാൻ വല്ലാതെ വേദനിക്കുമായിരുന്നു. പിന്നെ എന്നോട് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാനൊരു അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവൻ നന്നാക്കിക്കൂടെ എന്ന് ഇതുവരെ ചോദിക്കില്ല. നിർത്തിയാൽ പിന്നെ എനിക്ക് നന്നാക്കാൻ പറ്റില്ലല്ലോ ഒരു കാര്യവും. അപ്പോൾ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നൊക്കെ ഞാൻ വേദനിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ കമൻറ്റ് നമ്മൾ മിസ് ചെയ്യാൻ പറ്റത്തില്ല. വൻ എൻ്റർടൈൻമെൻറ്റാണ്. നമുക്കിട്ട് കിട്ടുമ്പോൾ അത്രയില്ല, നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും ചിലതൊക്കെ. എന്നാലും ചിലത് നമ്മൾ
ചിരിച്ചു പോകും. അന്യായ കൗണ്ടറുകളും അന്യായ കോമഡിയും ചില ആൾക്കാർ ഇതിനകത്ത് വന്ന് എഴുതിയിടുന്നുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്ന നെഗറ്റീവ്, അതായത് നമുക്ക് കിട്ടിയാണ് നിറകത്തൽക്കിട്ടുള്ള കൊട്ട്. ഈ കൊട്ടിൽ ഏറ്റവും ചിരിച്ചു പോയിട്ട് അതിപ്പോഴും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും കമൻ്റ് ഉണ്ടോ? എന്നെ പറ്റി വന്നേക്കുന്നതിനകത്തോ? പെട്ടെന്ന് ഓർക്കാൻ പാടാ. എന്നെ ഒരുപാടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ഈ ഒരുപാട് ചിരിച്ചു പോയ എന്നുള്ളതിനകത്താണ്. ചിരിച്ചു പോയതല്ല, ഞാൻ ഇടയ്ക്ക് ഒരിച്ചിരി വേറൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയൊരു സാധനമുണ്ട്. ഞാനും നമ്മുടെ പ്രശാന്ത് പുന്നപ്ര, അയ്യപ്പ ബൈജും കൂടെ കളിക്കുന്ന ഒരു സ്കിറ്റ് ഇങ്ങനെ തട്ടിയപ്പോൾ കണ്ടു. ഞാൻ വെറുതെ അതിൻ്റെ കമൻറ്റ് നോക്കിയപ്പോൾ ഒരു കമൻറ്റ്, നമ്മുടെ ബാല്യകാലം മനോഹരമാക്കിയ 2 പേർന്ന്. ഞാൻ ഇവൻ്റെ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോൾ ഇത്രയും താടിയുള്ളൊരുത്തൻ എൻഫീൽഡിൽ ഇരിക്കുന്നു. ഇത്രയും താടിയും തലയൊക്കെ ആയിട്ട് ഒരുത്തൻ ഒരു എൻഫീൽഡിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇവൻ്റെ ബാല്യം മനോഹരമാക്കിയ 2 പേരെന്ന്, ഞാനും പ്രശാന്തേട്ടനും. അവൻ ഞാൻ ആലോചിക്കും, സംഗതി ഒരു 20 വർഷം മുമ്പുള്ളതാണ്. അന്ന് അവന് ചിലപ്പം 10 വയസ്സായിരിക്കും, ഇപ്പം 30 ആയല്ലോ അവന്. എന്നാലും ഒരു അങ്ങനെ കിടേണ്ട കാര്യം ഇവന് എന്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ മാവേലി കൊമ്പത്ത്, ഈ മാവേലി കൊമ്പത്തൊക്കെ ഞങ്ങൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊരു 10-20 വയസ്സായപ്പോൾ ഞാൻ ഇതാ പറയും, ഇതൊക്കെ ഞാൻ പറയണ കാര്യമാണ്. ചേട്ടൻ നേരെ കയറി മറിയല്ലേ, ചേട്ടനോട് പറയണത് കറക്റ്റാ. എന്റെ കാര്യം അതല്ല. ഞാൻ 16-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പാരഡി. ഞാൻ 18 വയസ്സിൽ തുടങ്ങിയതാ, അതാണ് വിഷയം. പക്ഷെ മാവേലി മുമ്പത്ത് ഞാൻ ഇതുപോലെ കേട്ടിട്ട്, ഞാൻ നല്ല ചെറുതായിരിക്കുമ്പോൾ മാവേലി മുമ്പത്ത് കേട്ടിട്ട് ഇത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ചേട്ടൻ അതിന്റെ കൂട്ടത്തിൽ പിടിക്കല്ലേ? അല്ലേ, മാവേലി മുമ്പത്തൊക്കെ 21-ാമത്തെ വയസ്സ് വെള്ളിപ്പാപ്പന് പള്ളിയിൽ പോകാൻ എന്നുള്ള പാട്ടൊക്കെ ജബ്ബിക്കോയിൽ ഇടുക്കി, ഇതൊക്കെ ഏതില്ലൊക്കെ പറയുന്ന പടം 65 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാരാണ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെയാണ് സമ്മതിക്കണ്ട. പക്ഷെ ഇത് മാവേലി മുമ്പത്തൊക്കെ നമ്മൾ പോലും കാസറ്റ് മേടിച്ച് കേട്ടിട്ട് ആ കാലത്ത് എത്ര തവണ ഞാനൊക്കെ വളരെ ചെറുതായിരുന്നപ്പം 17-18 വയസ്സുള്ള സമയത്ത് അത് എഴുതാൻ പോയതാണ് തെറ്റിപ്പോ. അത് നമ്മൾ നേരത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാനും 18 വയസ്സിലേക്ക് വന്ന കാരണം വളരെ നേരത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവര്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആരോപണങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ബാല്യകാലം മനോഹരമാക്കിയ 2 പേർ. ഒന്ന് ആലോചിക്കണം, എന്ത് ക്രിമിനൽ മൈൻഡാണ് അതൊക്കെ. അപ്പോൾ നാദിർ ഷോ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ പിഷാരടി വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്കും അതിനേക്കാളും സന്തോഷം. ഞാനിതിൽ പലതവണ പറഞ്ഞതുപോലെ എനിക്കൊക്കെ മാവേലി കൊമ്പത്തിൻ്റെ കാസറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. TV അതിൻ്റെയൊക്കെ എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സാധനമാണ്. അന്ന് അതുപോലെ ഒരു ചാനലൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന എനിക്ക്, പിന്നെ അതിൽ പങ്കെടുത്തു. ഇക്കാക്ക ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ അഭിനയിച്ചു. ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ ഇക്കാക്ക സംഗീതം ചെയ്തു. ഞാൻ തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഇക്കാക്ക പ്രചരണത്തിന് വന്നു. ഞാൻ ജയിച്ചപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇക്കാക്കയുടെ പരിപാടിയിൽ നമുക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ചിലതൊക്കെ ഒരു മെഗാ ഷോ പോലെ, ഒരു കാലം കളിക്കുന്ന ഒരു സ്കിറ്റ് എന്ന് പറയുന്നത് പോലെ തോന്നുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇക്കാക്ക ഇപ്പം ഇതിങ്ങനെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ ഇക്കാക്ക തുടങ്ങുന്നൊരു പുതിയ പരിപാടിയിൽ വരുന്നു എന്ന് പറയുന്നത് എനിക്കും വലിയ സന്തോഷമാണ്. ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വലിയ വിജയമായി നാദിർ ഷോ എന്ന് പറയുന്ന ഇക്കാക്ക ചെയ്ത എല്ലാ മേഖലകളും വിജയിപ്പിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും വലിയ സക്സസ് ആയി ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഞാനും പറയുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച്.